ഇതാണോടെ നിങ്ങളുടെ ഫ്ലാറ്റ്? ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആകാശ ജയിലല്ലേ? വല്ല അപകടവും പറ്റിയാ ഓടി രക്ഷപ്പെടാൻ ഒറ്റ വാതിലല്ലേ ഉള്ളൂ. അങ്ങനെ അപകടമൊന്നും പറ്റിയല്ല. കേക്ക് എങ്ങനെയുണ്ട് വല്യമ്മച്ചി? മധുരം പാകത്തിന്. കൊച്ചിയിലെ മീന ജേക്കബിന്റെ കേക്കല്ലേ, മോശം വരില്ല. സത്യം അറിയുമ്പോ അമ്മച്ചി പറഞ്ഞതങ്ങ് വിഴുങ്ങരുത്. വായിലിരിക്കുന്നതേ മരുമോളുണ്ടാക്കിയ കേക്കാ. ആ പട്ടത്തിയുടെ ഒരു കേക്ക്. ആദ്യ പാവം ചെയ്ത ഹവ്വയോട് അമ്മച്ച് പൊറുത്താലും പട്ടത്തിയോട് എന്നായാലും പൊറുക്കേല. ഹവ്വ എന്നാ തെറ്റിയെന്നായി പറയുന്നേ? ഒരു പഴം തന്നാണോ ഇത്ര വലിയ തെറ്റ്? അച്ചായ, നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയാൻ ഇന്നലെയും കൂടി മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആളാ അമ്മച്ചി. ഞങ്ങൾ തമ്മിൽ പിരിയാൻ വേണ്ടി വെറുതെ മുട്ടുകുത്തി കാലിലെ ചിരട്ട തേക്കണ്ട. വിവേകം വൃദ്ധരുടെ തലയിലെ കിരീടമാണെന്നാ ബൈബിളിൽ പറയുന്നത്. അതെങ്ങനെ? ബൈബിൾ ചുമ്മാ അലങ്കാരത്തിന് ഒന്നും നടക്കത്തല്ലേ ഉള്ളൂ, തുറന്നു നോക്കത്തില്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാത്തത്. ബോധം തെളിഞ്ഞപ്പോഴാ അവരെന്നെ കൊന്നിട്ടില്ല എന്ന് മനസ്സിലായത്. തുപ്പലും വിയർപ്പും ചോരയും വീണ ഒരഴുക്കു കുപ്പയായിപ്പോയി ശരീരം. എത്ര കുളിച്ചാലും ഇനി ശുദ്ധിയാവില്ല. ഉറക്കെ ഒന്ന് കരയാൻ പോലും എനിക്ക് ലജ്ജ തോന്നി മാഡം. ലൂയിസും മോളും മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ മരിക്കണമെന്ന് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ മരിച്ചാൽ രക്ഷപ്പെടുന്നത് ആ നായ്ക്കള, പകരം ശിക്ഷിക്കപ്പെടുന്നതും ലോകം പരിഹസിക്കുന്നതും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകളെ ലൂയിസിനെ ആയിരിക്കും. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു, ആത്മഹത്യ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, ജീവിക്കണം. ഇനി എൻ്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പച്ചഭസ്മം, ആര്യൻ, സുദീപ്, അവച്ചകളാണ് മരിക്കേണ്ടത്. ലൂയിസും മോളും മടങ്ങി വന്നപ്പോഴേക്കും മറ്റൊരു വാസുകിയായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. റൂം കിട്ടിയോടാ? ഓക്കെ ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ വാസുകിയൊന്നും ബാത്റൂമിൽ വീണു. ഫ്രാക്ചർ ഒന്നുമില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ, ടേക്ക് കെയർ. ഈ ചെക്കൻ ഭയങ്കര ഹ്യൂമറസാ. കഴിഞ്ഞ ദിവസം പറയാ, ഡിവോഴ്സ് കേസ് എടുക്കുന്ന ഈ വക്കീലന്മാരിൽ ഒട്ടുമിക്ക എണ്ണോ എടുക്കും ഡിവോഴ്സ് ആവുന്നു. ആവോ? ഹലോ വാസുക്ക്, എന്താ പറ്റിയ? എന്താന്നും മിണ്ടാത്ത? മിണ്ടണോ? മാളമില്ലാത്ത മൂർഖനും തുണിയില്ലാത്ത പെണ്ണും ഒരുപോലെ വലിഞ്ഞു കയറി വന്ന് കുത്തും. എന്താ 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 എന്താ
എനിക്ക് ഈ ഓൾഡ് മലയാളം ഒന്നും മനസ്സിലാവില്ലേ. LP വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരണേ? ചക്കയോ തേങ്ങയോ? തേങ്ങയാണെങ്കിൽ എനിക്ക് 2 എടുത്ത് വെക്കണേ. വാസു സർപ്രൈസ്. ഇതാരാ വന്നിരിക്കുന്ന നോക്കി. എന്നാ പറ്റി? അത് ഇന്നലെ കുളിമുറിയിൽ പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഉളുക്ക. അതെങ്ങനെ മെയ്സാധകമെന്നും പറഞ്ഞ ആ കുളിമുറി മുഴുവൻ എണ്ണ കുളമാക്കി വെച്ചിരിക്കല്ലേ? ഓ നിർത്തട. വയ്യാണ്ടിരുന്ന കുഞ്ഞിനോടാണോ നീ തട്ടിക്കയറുന്നേ? ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, ഞാൻ ഇവളെ കാണാൻ വന്നതാ. ആഹാ, നല്ല വീട്, നല്ല വൃത്തിയും വെടുപ്പും ഉണ്ട്. മോള് വാ, മോളെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. വാ. ചോദിച്ചോ, കഥകളിയൊക്കെ ഇനി ഒരാഴ്ച കഴിഞ്ഞ് മതി. അമ്മച്ചിയോട് മോക്ക് ദേഷ്യമൊന്നും തോന്നരുത്. വേദന ഒരുപാടുണ്ടോ? ഇവള് നസ്രാണിയല്ലെന്ന് ആരാടാ പറഞ്ഞത്? ആ പൊട്ടൊന്ന് തൂത്ത് കളഞ്ഞ ആ മുഖത്തോട്ടം നോക്കിക്കേ. നല്ല 1-ാം തരം തിരുവല്ലക്കാരി പെങ്കൊച്ച്. എന്നാ പിന്നെ പേരോടെ മാറ്റിയേക്കാം. കത്രീന കേഫ്. പേര് കൊള്ളാം, പക്ഷേ ഇവക്ക് ചേരുകയല്ല. ഞാനല്ല, ഇനി ഇവളാ പാറ തറവാട്ടിലെ അമ്മ. പിന്നെ അമ്മച്ചിയുടെ പണപ്പെട്ടിയുടെ താക്കോലം കൊടുത്തേക്കരുത്. 8 വർഷം വെറുതെ കളഞ്ഞു. ഞാൻ നേരത്തെ മോളെ കാണാൻ വരേണ്ടതായിരുന്നു. എടാ, ഏനക്കിടക്ക് മാറിക്കഴിയുമ്പോഴേ നീ ഇവളെയും കൂടി തറവാട്ടിലേക്ക് വന്നേക്കണം, കേട്ടോടാ പോത്താ. എന്റെ അപ്പന് പറയുന്നത് കേട്ടോ. ഓ അല്ല, ഇതെന്നാ മറിമായമ്മ? അമ്മച്ചിക്ക് അവള് വല്ല കൈവേഷം തന്നു? ഞാനും ഒരു മരുമോളൊക്കെ ആയിരുന്നില്ലടാ. ഒരു പെണ്ണിന്റെ വിഷമൊക്കെ എനിക്ക് അറിയാവടാ. വെറുതെ 5-8 വർഷം കളഞ്ഞു, വാശിയും പിടിച്ച്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അയ്യോ, ഇന്നെനിക്ക് പോണവടാ. ഞാൻ ഇനിയും വരാം, ഇന്നങ്ങ് പോട്ടെ. ചായ കുടിക്കേ. എന്തെങ്കിലും അമ്മച്ചനെ തേടി വരുമ്പോൾ ആ ദിവസം ഉത്സവമാക്കി മാറ്റണമെന്ന് കരുതിയതാ. എനിക്കൊരിക്കലും ഇനി ലൂയിസിന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. ശുദ്ധി നഷ്ടപ്പെട്ട ഏതൊരു ഭാര്യയും ഭർത്താവ് ഉപേക്ഷിക്കും. എൻ്റെ മോള് പോലും എന്നെ വെറുക്കും. ഞങ്ങൾക്കിനി പിരിയാനേ പറ്റൂ. ഇതാണ് എനിക്ക് സംഭവിച്ചത്. Terrible. I can't even imagine it. വസുകി, 10 മിനിറ്റ് മതി ഞങ്ങൾക്ക് അവന്മാരെ പൊക്കാൻ. തന്റെ കംപ്ലൈൻസ് ചാർജ് ചെയ്യാൻ പോവാ. ഇല്ല മാഡം, ഞാൻ അവരെ ഒരു നിയമത്തിനും വിട്ടുതരില്ല. ആരും അറിയാതെ 3 എനിക്ക് കൊല്ലണം. എൻ്റെ ഈ കൈകൊണ്ട്. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിന് അതിനു വേണ്ടിയാ. താൻ അവരെ എനിക്ക് വിട്ടതാ. കോടതി അവരെ ശിക്ഷിച്ചോളൂ. പത്രക്കാരുടെയും ടിവിക്കാരുടെയും മുന്നിൽ തല കുനിച്ച് നിന്ന് തരില്ല ഞാൻ. ബട്ട് വസുകി, you don't have to go for. മാഡം, ഈശ്വരനാണ് അവരെ കൊണ്ട് ആ പെൻ ക്യാമറ അവിടെ മറന്നിടിക്കാൻ തോന്നിപ്പിച്ചത്. ആര്യനും സുതിപ്പോ ഇവിടെ നിന്ന് ഗോവയ്ക്ക് പോയിട്ട് 12 ദിവസം കഴിഞ്ഞു. 3-ാമതൊരുത്തനുണ്ടല്ലോ, ആ തമിഴൻ തേപ്പുകാരൻ, അവനെവിടെ? അവൻ അന്ന് എന്നെ നാട്ടിലേക്ക് മുങ്ങി.